ക്രിക്കറ്റ് ആരാധകർ മുഴുവൻ കാത്തിരുന്ന ഒരു ദിവസമായിരിക്കും ഇന്നൊരു പക്ഷേ. അത് വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിക്കുമോ എന്നുള്ളതായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാവുകയാണ് ഇപ്പോൾ വൈഭവ്. ഒപ്പം 2020 ടീമിന് പുതിയ ക്യാപ്റ്റൻ കൂടി വന്നിട്ടുണ്ട്, ശ്രേയസ്. ഖിലാഫ് അഹമ്മദാണ് ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഖിലാഫ്, നമുക്കറിയാവുന്ന വെച്ച് സച്ചിനായിരുന്നല്ലോ നമുക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ക്രിക്കറ്റിലേക്ക് വന്ന് വിസ്മയം തീർത്ത് പല റെക്കോർഡുകളും തൻ്റെ പേരിലാക്കി കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ ദൈവം ക്രീസിലിറങ്ങി എന്നൊക്കെയാണല്ലോ അദ്ദേഹത്തെ പറഞ്ഞിരുന്നത്. തീർച്ചയായും വൈഭവിലും നമുക്ക് അതേപോലുള്ള ഒരു വൈഭവം കാണാനുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ അദ്ദേഹം ഒരു വിസ്മയവും വണ്ടറും ഒക്കെ ആണല്ലോ. അപ്പോൾ ആ പയ്യൻ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഇന്ന് ഔദ്യോഗികമായി തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം അവിടെ ഉണ്ട്. അതുമാത്രവുമല്ല, പുതിയൊരു ക്യാപ്റ്റൻ കൂടി നമുക്ക് വന്നിരിക്കുന്നു. ഒരുപക്ഷെ സൂര്യകുമാർ ഒഴിയുമ്പോൾ അദ്ദേഹം ടീമിൽ കൂടിയില്ല എന്നുള്ളതും കൂടിയാണല്ലോ. തീർച്ചയായും ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിക്കറ്റിന്റെ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ഇന്ന് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് 36 വർഷം പഴക്കമുള്ള ഒരു റെക്കോർഡാണ്. അതായത് ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വയസ്സിൽ തന്നെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാവുക എന്നത്. എന്നാൽ അത് 16 വയസ്സിലായിരുന്നു സച്ചിൻ്റെത്. പിന്നീട് വനിതാ ക്രിക്കറ്റിൽ ഷെഫാലി വർമ്മ 2019 15 വയസ്സും 283 ദിവസവും പ്രായമുള്ളപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരുന്നു. അതും ഒരു റെക്കോർഡായിരുന്നു. പിന്നീട് ആ ഒരു റെക്കോർഡ് തകർക്കുന്നത് ഇന്ന് വൈഭവ് സൂര്യവംശിയാണ്. അത് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 15 വയസ്സും 71 ദിവസവും മാത്രമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രായം. ആ ഒരു പ്രായത്തോടു കൂടിയാണ് ആ റെക്കോർഡിലേക്ക് എത്തുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡോട് കൂടി തന്നെ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്ന താരമെന്ന റെക്കോർഡോട് തന്നെയാണ് താരം ഈ ഒരു ടൂർണമെന്റിലേക്ക്, അതായത് അയർലൻഡ്, ഇംഗ്ലണ്ട്, അതേപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് അടക്കമുള്ള 3 പരമ്പരകൾക്കുള്ള ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഏതൊക്കെ ടൂർണമെന്റിൽ കളിച്ചിട്ടുണ്ടോ അതിലൊക്കെ റെക്കോർഡുകൾ വാരിക്കൂട്ടിയ ചരിത്രമാണ് വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ അണ്ടർ 19 ഫൈനലിൽ ഉൾപ്പെടെ ഏറ്റവും മികച്ച രീതിയിൽ ഇന്ത്യക്കായി കളി പ്രകടനം പുറത്തെടുത്ത് അത് ഇന്ത്യക്കായി ആ കിരീടം ഉയർത്തുകയും ചെയ്തിരുന്നു. അന്ന് 6ാമത്തെ കിരീടമാണ് അണ്ടർ 19 വേൾഡ് കപ്പിൽ ഇന്ത്യക്കായി നേടിത്തന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് വൈഭവ് സൂര്യവംശിയായിരുന്നു. കൂടാതെ IPL വരുവാണെങ്കിൽ IPL മികച്ച റെക്കോർഡുള്ള, അതായത് ഏറ്റവും വേഗം 1000 റൺസിലെത്തുന്ന താരമെന്ന റെക്കോർഡ് വൈഭവിന്റെ പേരിലാണ്. ഒപ്പം തന്നെ പ്രായം കുറഞ്ഞ സെഞ്ചുറി വേട്ടക്കാരൻ എന്ന റെക്കോർഡ് വൈഭവിന്റെ പേരിലാണ്. ഏറ്റവും വലിയ അല്ലെങ്കിൽ താരലേലത്തിൽ ഏറ്റവും ചെറുപ്രായത്തിൽ എത്തുന്ന താരമെന്ന റെക്കോർഡ് ഒക്കെ വൈഭവിന്റെ പേരിലാണ്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഭവിന്റെ കഴിഞ്ഞ കാല പ്രകടനം എന്ന് പറയുന്നത് ഒരു മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെയാണ്. എന്നാൽ ഏറ്റവും വലിയ ആശങ്ക അയർലൻഡ്, ഇംഗ്ലണ്ട് പരമ്പരയിൽ താരത്തിന് അവസരം ലഭിക്കുമോ എന്നതാണ്. കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ ഓപ്പണിംഗിൽ നിരവധി താരങ്ങൾ ഇന്ത്യയുടെ സംഘത്തിലുണ്ട്. ആ ഒരു സംഘത്തിൽ വൈഭവിന് ഒരു സാധ്യതയുണ്ടോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. നമുക്കറിയാവുന്ന പോലെ തന്നെ സഞ്ജു സാംസൺ ടീമിൽ നിലനിൽക്കുന്നുണ്ട്, അഭിഷേക് ശർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു ടീമിൽ എത്രത്തോളം വൈഭവിന് അവസരം ലഭിക്കും എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും വലിയൊരു റെക്കോർഡ് തന്നെ വൈഭവ് ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നു. ഇനിയോ ക്യാപ്റ്റൻസിയിലേക്ക് പോവുകയാണെങ്കിൽ സൂര്യകുമാറിനെ മാറ്റിക്കൊണ്ട് ശ്രേയസ് അയ്യർ ഒരു രാജകീയമായ മടങ്ങിവരവാണ് ഈ ഒരു ക്യാപ്റ്റൻസിയോടെ 2020 ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. താരം 2023 അവസാനമായി 2020 ടീമിന്റെ ഭാഗമായിരുന്നത്. അത് ഓസ്ട്രേലിയക്കെതിരെ ബംഗളൂരുവിൽ നടന്ന മത്സരത്തിലായിരുന്നു അവസാനമായി ശ്രേയസ് 2020 ടീമിന്റെ ഭാഗമായിരുന്നത്. ആ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ക്യാപ്റ്റൻസിയോട് കൂടി തന്നെ 2020 ടീമിലേക്ക് തിരിച്ചെത്തുന്നു. താരത്തിന് തുണയായത് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെയും അതേപോലെ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിലെയും മികച്ച പ്രകടനവും ക്യാപ്റ്റൻസി റെക്കോർഡുകളും കൊണ്ടാണ് ശ്രേയസ് ഈ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് എത്തിയത്. ഒപ്പം സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസി നഷ്ടമാവാൻ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ IPL അടക്കം മോശം ഫോമിനെ തുടർന്നാണ് താരത്തിന്റെ ഈ ഒരു സ്ഥാനം അടക്കം നഷ്ടപ്പെടാനുള്ള കാരണം. കൂടാതെ ഇന്ന് പറഞ്ഞ അജിത് അഗർക്കർ, ചീഫ് സെലക്ടറായിട്ടുള്ള അജിത് അഗർക്കർ പറഞ്ഞത് 2028 2020 ലോകകപ്പ് ലക്ഷ്യമിട്ടാണ് ടീമിനെ ഇപ്പോൾ തന്നെ സജ്ജമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ യുവനിരയും അതേപോലെ തന്നെ ചില പരിചയസമ്പന്നരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു പ്രഖ്യാപനത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബുംറയ്ക്കും അതേപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്കും വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. ഇരു താരങ്ങൾക്കും അതായത് അയർലൻഡ്, ഇംഗ്ലണ്ട് പരമ്പര കൂടാതെ പരമ്പര നഷ്ടമാകും. എന്നാൽ ഏഷ്യൻ ഗെയിംസിനുള്ള ടീമിലേക്ക് ജസ്പ്രീത് ബുംറ തിരിച്ചെത്തുകയും ചെയ്യും. എന്തായാലും വലിയൊരു റെക്കോർഡ് കൂടി തന്നെ വൈഭവ് ടീമിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ നായകനായി മാറുകയും ചെയ്യുന്നു. ശ്യാം.